അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാനിന്നേ ഒരു കഫ്താനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. നമുക്ക് നല്ല നോർമൽ മെറ്റീരിയൽ വെച്ചിട്ടും കഫ്താൻ ചെയ്യാം കേട്ടോ. നൈറ്റി മെറ്റീരിയൽ വീട്ടിലിടാൻ മാത്രമല്ല, നല്ല ഡ്രസ്സായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ മെറ്റീരിയലിൻ്റെ ലെങ്ത് ഒന്ന് നോക്കുകയാണ്, എത്ര ഇഞ്ച് നമുക്കതിൽ നിന്ന് കൂടുതൽ കിട്ടും എന്ന് വെച്ചാൽ കൂടുതൽ കിട്ടണ വെച്ചാണ് നമ്മൾ വള്ളിക്കൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ട അത് കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ എത്രത്തോളം വേണം നോക്കാം, നമ്മുടെ ലെങ്ത് എത്ര വേണം നോക്കാം. അതിനേക്കാളും 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടുതൽ കൊടുത്താൽ മതി കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം മാത്രം മടക്കി അടിച്ചാൽ മതി. ഷോൾഡറിൽ സ്റ്റിച്ചൊന്നും വരണില്ലല്ലോ. അപ്പോൾ ബാലൻസ് ഇതാ ഇത്രയും വരണുണ്ട്. ഞാൻ എത്ര ആവശ്യത്തിന് വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ അതനുസരിച്ച് എടുത്തിട്ട് ഇതാ ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഫ്രോക്ക് നൈറ്റ് തയ്ച്ചില്ല, ആൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ലെങ്ത്ത് 54 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിനെ നമുക്ക് നീളത്തിലൊന്ന് മടക്കിയെടുക്കാം. അതായത് നീളത്തിൽ മടക്കിയതിന് ശേഷം രണ്ടായിട്ട് മടക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെയിലിലുള്ള നൈറ്റിയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ എത്ര ഇഞ്ചാണെന്ന് നോക്കാം. ഷോൾഡർ ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ കൈക്കുഴി കണ്ടുപിടിക്കണമല്ലോ, അതിനാണ് ഞാൻ ഷോൾഡർ നോക്കിയത്. കൈക്കുഴി നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ കൊടുക്കണം കേട്ടോ. കഫ്താനൊക്കെ ആകുമ്പോഴേ കുറച്ച് ലൂസിലല്ലേ നമ്മൾ ഇടുകയുള്ളൂ, ഒരുപാട് ടൈറ്റിലൊന്നും ഇടൂലല്ലോ. അപ്പോൾ ഞാൻ വെറുതെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് നോക്കാം. ചെസ്റ്റ് അളവ് ഞാൻ 26 ഇഞ്ചാണ് കേട്ടോ കൊടുക്കണത്. അപ്പോൾ ഒരു 13 ഇഞ്ച് ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒരു മാർക്ക് മാത്രം മതി, തയ്യൽ തുമ്പ് ഒന്നും കൊടുക്കണ്ട. ഒരു മാർക്ക് ചെയ്യുക, നല്ല വശത്ത് തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. ചെസ്റ്റ് എത്രയാണോ മാർക്ക് ചെയ്തത് അത് തന്നെയാണ് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യണത്. ഒട്ടും ഷേപ്പൊന്നും ചെയ്യണ്ട കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അറ്റത്തേക്ക് ഇതുപോലെ ഇങ്ങനെ നേരെ അടിക്കുക, പിന്നെ അറ്റത്തേക്ക് ഇതുപോലെ ചരിച്ചാണ് കൊടുക്കണത് കണ്ടോ. നേരെ തന്നെ കൊടുക്കരുത് കേട്ടോ. നേരെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നൈറ്റി ആണല്ലോ, അടിഭാഗത്ത് എത്തുമ്പോൾ തട്ടൂലേ, വീതി പോരാണ്ടേ. അപ്പോൾ ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. ചെസ്റ്റും വേസ്റ്റും ഒരേ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വള്ളി മോഡലാണ് ഞാൻ ചെയ്യണത്. അഥവാ ഇനി ഷേപ്പുള്ള മോഡലാണ് വേണ്ടതെങ്കിൽ നമ്മുടെ ഷേപ്പ് അനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഹാഫ് ലെങ്ത്ത് എത്ര വേണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 15 ഇഞ്ചാണ് ഹാഫ് ലെങ്ത്ത് കൊടുക്കുന്നത്. 1 ഇഞ്ച് ഇപ്പോൾ താഴത്തും ഒരു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ശരിക്കും നല്ല വശത്തല്ല മാർക്ക് ചെയ്യേണ്ടത്, ചീത്ത വശത്താണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നീളത്തിൽ അത് നല്ല വശത്ത് മാർക്ക് ചെയ്യരുത് കേട്ടോ. ഇത് ചീത്ത വശത്ത് തന്നെ മാർക്ക് ചെയ്യണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു റിബൺ പോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് പിടിപ്പിച്ച് കൊടുക്കാനുള്ളതാണ്. അതിലാണ് നമ്മൾ വള്ളി കോർത്തെടുക്കണത്. അപ്പോൾ വള്ളിയുള്ള മോഡലായതുകൊണ്ടാണ് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കാതിരുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് 2 വരയിട്ട ഒരു നോട്ട്ബുക്കിലൊക്കെ 2 വര ഉണ്ടാവില്ല, അതേപോലെ ഇതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല വശത്തല്ല കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. ബാക്കിയുള്ള മാർക്കൊക്കെ നമ്മൾ നല്ല വശത്ത് കൊടുത്താലും ഈ ഒരു മാർക്ക് നമ്മൾ ചീത്ത വശത്ത് മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി കൈ നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ശരിക്കും കഫ്താന് ആ ഒരു ഷേപ്പ് വരെ മാത്രമേ വരണുള്ളൂ. പിന്നെ വള്ളി ഇട്ട് കെട്ടുമ്പോഴാണ് അത് കറക്റ്റ് ഷേപ്പിലേക്ക് വരണത് കേട്ടോ. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്കിന് ഞാൻ 3.5 ഇഞ്ച് അകലം കൊടുത്തിട്ടുണ്ട്, ഒരു 5.5-6 ഇഞ്ചോളം ഇറക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നമ്മളൊരു ഓവൽ ഷേപ്പിൽ ചെയ്യാം. ഇതുപോലെ ഞാൻ വരച്ചെടുക്കണ കണ്ടോളൂ. ഇതുപോലെ മാർക്ക് ചെയ്യാം. ബാക്ക് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് നോക്കാം. അവിടെ തന്നെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മുടെ ബാക്ക് നെക്ക് കണ്ടോ. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരേ സൈഡിൽ തന്നെയാണ് മാർക്ക് ചെയ്തത്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണണം കേട്ടോ. ഇനി നോക്കി നമുക്ക് കഴുത്ത് വെട്ടിയെടുക്കാം. നമ്മൾ ബാക്ക് നെക്ക് രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ നോക്കിയോ, ഒരു പീസ് മാത്രം ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഷോൾഡർ ഒന്നും കട്ട് ചെയ്ത് കളയരുത്. ഇത്രയും മാത്രമുള്ളൂ നമുക്ക് കട്ടിങ് ആകെ വരണത്, ഈ ഒരു ഇതുള്ളൂ. ഇനി നമുക്ക് അരഭാഗത്ത് ഒരു പീസ് സ്റ്റിച്ച് ചെയ്യണം, പിന്നെ സൈഡ് അടിക്കണം. അതത്രേ ഉള്ളൂ. എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ബാലൻസ് അടിയിൽ നിന്ന് വെട്ടിയെടുത്തില്ലേ ആ പീസാണ്. ഇതിൽ നിന്ന് നമുക്ക് വള്ളി മുറിച്ചെടുക്കണം. വള്ളി വേണം, പിന്നെ നമ്മൾ അരഭാഗത്തൊരു പട്ട പിടിപ്പിക്കണം. അപ്പോൾ ഏത് തുണി വെച്ചാലും മതി കേട്ടോ. ഇപ്പോൾ കറുപ്പ് തുണിയൊക്കെയാണ്. ഇതിൽ തുണി കിട്ടിയില്ലെങ്കിൽ വള്ളിക്ക് മാത്രം കിട്ടിയാലും മതി. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് 1 ഇഞ്ച് വീതിയിൽ 2 പീസ് ആദ്യം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് വള്ളിക്ക് വേണ്ട പീസാണ് കേട്ടോ. 1 ഇഞ്ച് വീതിയിൽ എടുക്കുക കേട്ടോ. തീരെ വീതി കറഞ്ഞു പോയിട്ടുണ്ട്, വള്ളി വലിക്കുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1 ഇഞ്ച് വീതിയിൽ എടുത്തത്. അപ്പോൾ ഇതെടുത്തതിന് ശേഷം ഇതിനെ രണ്ടാക്കി മടക്കി വെച്ചിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തത്.
രണ്ടാക്കി ഒന്നുകൂടെ കട്ട് ചെയ്യുകയാണ്. ഇതേപോലെ 2 പീസും കൂടെ എടുക്കണം. അത് നമുക്ക് അവിടെ ആ ഒരു നമ്മൾ ഇരട്ട വര ഇട്ട് വെച്ചില്ലേ അവിടെ നമുക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നമ്പർ ശ്രദ്ധിച്ചല്ലോ. ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും തയ്യൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് ഞാൻ തയ്യൽ പഠിപ്പിച്ച് തരും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വളരെ നിസ്സാരമായ ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫീസ് തന്നിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടും, എനിക്കും നിങ്ങൾക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫീസ് വാങ്ങിച്ചിട്ട് പഠിപ്പിക്കണം കേട്ടോ. നമ്മൾ ആ അരഭാഗത്ത് ഇരട്ട ലൈൻ പോലെ ഒരു വര ഇട്ടില്ലേ, അത് നമ്മൾ അകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അകത്തേക്ക് ഞാൻ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വരച്ചപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പുറത്താണ് വരച്ചത്. അവിടെ നമുക്ക് ഈ ഒരു റിബൺ പോലെ കട്ട് ചെയ്തത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നടുഭാഗത്ത് വള്ളി ഇടാനായിട്ട് ഒരു ഹോള് ചെയ്യണം. അതിനായിട്ട് ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഒന്നില്ലെങ്കിൽ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നൂല് വെച്ചിട്ട് നമ്മൾ ഈ ബട്ടൺ ഹോള് തുന്നിയെടുക്കൂലേ, അതേപോലെ തുന്നിയെടുത്താലും മതി. അല്ലെങ്കിൽ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് അടിച്ച് മറിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മളെപ്പോഴും എളുപ്പപ്പണിയല്ലേ ചെയ്യുക. എന്ന് വെച്ചിട്ട് തുന്നുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഇത്തിരി ക്ഷമ വേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വാതിൽ വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ ഒരു ഹോള് കേട്ടോ, ഒരു ബട്ടൺ ഹോള് പോലത്തെ ഒരു ഹോള്. അപ്പോൾ നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കാം, ഈ വള്ളിക്ക് വേണ്ടി വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്കത് കറക്റ്റ് അടിഭാഗത്ത് വെക്കണം. അപ്പോൾ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതിരിക്കാൻ അപ്പുറത്ത് മറിച്ചിട്ടിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക, ഒരു മുട്ടുസൂചി കുത്തി വെക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ടിട്ട് ആ ഒരു പൊസിഷനിൽ ഇതിനെ അങ്ങോട്ട് ചേർത്ത് വെക്കാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ തിരിച്ചിടുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നിപ്പോരുതല്ലോ. കറക്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇതിനും ഒരു ഹോളിട്ടിട്ട് ഇങ്ങനെ പിടിച്ച് തന്നെ വേണമെങ്കിൽ അടിക്കാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യണ പോലെ തന്നെ കണ്ടോട്ടോ, ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഒറ്റ സ്റ്റിച്ച് അതൊന്നും അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു മുട്ട സൂചി കുത്തിയാലും മതി കേട്ടോ. ഇനി നമുക്ക് അതിനെ അടിച്ച് അകത്തേക്ക് മറിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇനി ആ ഹോളുണ്ടല്ലോ, ആ ഹോളിൻ്റെ ചുറ്റിലും നമ്മളിങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചിട്ട് അങ്ങോട്ട് മറിച്ചെടുത്താൽ മതി. അടിച്ചിട്ട് നമ്മൾ ആ ഹോളും കൂടെ മറ്റേ കുഞ്ഞു പീസിന് ഹോളിട്ടിട്ടില്ലല്ലോ, അതും കൂടെ ഹോളാക്കണം. അതിന് ശേഷം നമുക്ക് മറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചുറ്റിനും നമ്മളിങ്ങനെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ആ ഒരു സ്റ്റിച്ച് കട്ട് ചെയ്തേക്കണതിൻ്റെ സൈഡിലൂടെ തന്നെ അടിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്നിങ്ങനെ കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാം. ചുറ്റിനും നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ, നമുക്ക് ഈ കഫ്താൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് അല്ലല്ലോ, ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മെഷീനിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും കറക്കാനൊക്കെ ഇച്ചിരി പാടാട്ടോ. അത് വെച്ചാൽ വലിയൊരു പീസ് ഇട്ടിട്ടാണല്ലോ നമ്മൾ ഈ ചെയ്യണത്. കഴുത്തടിക്കുമ്പോഴും അങ്ങനെ ഒരു വിഷയം വരും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കഴുത്തടിക്കുമ്പോൾ ഇട്ട് കറക്കി 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 വേണം നമ്മൾ കഴുത്തടിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നടുക്കൂടെ ഒന്ന് ഹോള് മറ്റേ ആ കുഞ്ഞു പീസിലും കൂടെ ഹോള് വരുത്തിയിട്ടുണ്ട്. കറക്റ്റാക്കി കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ അടിച്ച് ഇപ്പുറത്തേക്ക് മറിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഹോള് മറ്റേ ഹോളിൻ്റെ വലിപ്പത്തിൽ തന്നെ ആക്കി എടുക്കുകയാണ്. എന്നാലാണ് നമുക്ക് ഇങ്ങോട്ട് കറക്റ്റ് മറിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. നൂലൊക്കെ വെട്ടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ബട്ടൺ ഹോള് തുന്നിയെടുത്താലും മതി, ഇത്രയും ബുദ്ധിമുട്ടണമെന്നില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എനിക്ക് സൂചി നൂലും കോർത്തിട്ട് തുന്നണ കാര്യത്തിന് മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മാക്സിമം അടിച്ച് വെക്കാവുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ അടിച്ച് വെക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും മറിച്ചെടുക്കാം. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് മറിച്ച് അടിച്ചെടുത്താൽ മതി കേട്ടോ. കാണിച്ചു തരാം. എന്താ ഞാൻ പറഞ്ഞത്, വലിയ പീസ് ഇട്ടിട്ട് മെഷീൻ്റെ ഉള്ളിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴേ നമ്മൾ ഈ കുഞ്ഞു എനിക്ക് ബ്ലൗസ് തയ്ക്കുന്നത് എന്ത് ഇഷ്ടമാണെന്നറിയോ, അതെല്ലാം കുട്ടി കുട്ടി പീസുകളാണല്ലോ, നമുക്ക് സുഖമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഈ ചുരിദാറൊക്കെ ആകുമ്പോഴും ഇങ്ങനെ തന്നെ വലിയ പീസൊക്കെ നൈറ്റി തയ്ക്കുമ്പോഴാണ് ഏറ്റവും ഇതായിട്ട് എനിക്ക് തോന്നണത്. ഇത്രയും വലിയ പീസ് ഇട്ടിട്ട് മുറിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓരോരുത്തരുടെ ഓരോ ശീലങ്ങളായിരിക്കും കേട്ടോ. ചിലർക്ക് നൈറ്റി തന്നെ തയ്ക്കണതായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. എനിക്ക് ബ്ലൗസ് തയ്ക്കണതാണ് കൂടുതലിഷ്ടം. നല്ല എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആദ്യമൊന്നും ഞാൻ ശരിക്കും ബ്ലൗസ് പഠിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. ബ്ലൗസ് പഠിക്കാൻ പോയപ്പോഴത്തേക്കും എന്നെ പഠിപ്പിച്ച ടീച്ചർ പ്രഗ്നൻ്റായിട്ട് ഡെലിവറിക്ക് പോയി. എന്നാൽ എന്നെ പഠിപ്പിച്ചിട്ടും ഇല്ല. പിന്നെ എനിക്ക് പോയി പഠിക്കാനുള്ള സൗകര്യം കിട്ടിയില്ല. എന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും കോളേജൊക്കെ തുറന്ന് ഞാൻ പഠിക്കാനൊക്കെ പോയി. അങ്ങനെ
ഇത് തയ്യലിൻ്റെ ബ്ലൗസ് പഠിത്തം ഞാൻ അവിടെ കൊണ്ട് നിർത്തിയതായിരുന്നു. പിന്നെ ചെയ്ത് അതുമായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും ചെയ്ത് നോക്കി ചെയ്തെടുക്കുമല്ലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പതിച്ചടിക്കുകയാണ് കേട്ടോ. എൻ്റെ ഉപ്പ പറയും, ഉപ്പ എന്ന് പറയുന്നത് എൻ്റെ വാപ്പ, ഉപ്പ പറയും അവളെ ബ്ലൗസ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് വിട്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചിക്ക് ബ്ലൗസ് തയ്ച്ചു കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് അവളെ ബ്ലൗസ് മാത്രം പഠിക്കാതെ വന്നെന്ന് പറയും. അപ്പം ഇങ്ങനെ പറയുമ്പോഴെന്താ ചെയ്തത്, ഞാനും ഉമ്മച്ചിയുടെ ബ്ലൗസ് പറഞ്ഞാൽ അഴിച്ചെടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ പഠിച്ചെടുത്തത്. അത് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടും പിന്നെ കുറ്റപ്പെടുത്തലുകൾ ഇഷ്ടമല്ലാത്തത് കൊണ്ടും അങ്ങനെ ചെയ്ത് പഠിച്ചതാണ്. ഇപ്പോൾ അടിപൊളിയായിട്ട് ബ്ലൗസൊക്കെ തയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ തുമ്പ് ഒക്കെ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ വേറെ പീസ് വെച്ചിട്ട് നമ്മൾ അടിക്കുമല്ലോ, അപ്പോൾ അതൊന്നും കാണൂല കേട്ടോ. ഇതിൻ്റെ തുമ്പൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഈ റിബൺ ഉണ്ടല്ലോ, ഇതിൻ്റെ സൈഡൊന്നും മടക്കി അടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് വെച്ചങ്ങ് അടിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇത് അകവശത്താണല്ലോ വെക്കണം. നല്ല വശത്ത് വെക്കുമ്പോൾ അങ്ങനെ വെച്ചാൽ മതി. ഇനി പുറത്താണ് വെക്കണമെങ്കിൽ 2 സൈഡും മടക്കി അടിക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കണം. മൊത്തത്തിൽ അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കഴുത്ത്. അപ്പോൾ ഞാൻ അടിക്കണത് കാണിച്ചില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ലെങ്ത്തും ആവും. അപ്പോൾ അതിങ്ങനെ വെച്ച് ഒന്ന് നീളത്തിൽ വെച്ച് അടിച്ചെടുത്താൽ മതി. ഇനി കഴുത്ത് ഫിനിഷ് ചെയ്യണത് അറിയാലോ. അപ്പം നമ്മൾ ഈ കഴുത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞ പീസ് വെച്ച് തന്നെയാണ് ഈ ക്രോസ് പീസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിങ്ങനെ റൗണ്ടിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, അറ്റത്തുനിന്ന് തുടങ്ങരുത്. അതായത് ആ കുഞ്ഞു പീസിൻ്റെ അറ്റത്തുനിന്ന് തുടങ്ങരുത്. അപ്പോൾ ഞാനിത് തികയോ നോക്കുകയാണ് കേട്ടോ. ഇച്ചിരി തികയായിട്ടുണ്ട്. അത് നമുക്ക് വേറെ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ തുമ്പുണ്ടല്ലോ, ഈ തുമ്പ് അറ്റത്തുനിന്ന് തുടങ്ങരുതെന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ചൊരു തയ്യൽ തുമ്പ് വിട്ടിട്ട് തുടങ്ങണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മടക്കിയെടുക്കാനുള്ളതാണ് കേട്ടോ. ആ ഭാഗം നമുക്ക് മടക്കാനുള്ളതാണ്. അതുകൊണ്ട് അറ്റത്തുനിന്ന് ഞാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടിൽ അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പീസ് വെച്ചില്ലേ, പീസ് വെച്ചപ്പോൾ ഒരു കാര്യം ഞാനത് പറയാൻ മറന്നു. ഇതാണ് നമ്മൾ വയറിൻ്റെ ഭാഗത്ത് ബെൽറ്റ് വലിക്കാനായിട്ട് അത് നമ്മൾ സൈഡ് അടിക്കാനായിട്ടിട്ട മാർക്കുണ്ടല്ലോ, അത് കഴിഞ്ഞ് അങ്ങോട്ട് അകത്തേക്ക് പോകരുത് കേട്ടോ. അതായത് അവിടെ നമുക്ക് 1 ഇഞ്ച് സൈഡിൽ നിന്ന് അകത്തേക്ക് മാറ്റിയിട്ടിട്ട് വേണം ആ പീസ് പിടിപ്പിക്കാനായിട്ട്. എന്താ വെച്ചാൽ അതിൽ കൂടെ വള്ളി കോർത്ത് വരാനുള്ളതാണേ. അല്ലെങ്കിൽ ഉണ്ടല്ലോ മൊത്തത്തിൽ ആ ഒരു പീസും കൂടെ വെച്ച് കഴിഞ്ഞ് മൊത്തം സൈഡ് കൂട്ടുമ്പോൾ അത് ഹോൾ അടഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ അതായത് സൈഡിൽ വരുന്ന സ്റ്റിച്ചിൽ നിന്ന് 1 ഇഞ്ച് അകത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ ആ വയറിൻ്റെ ഭാഗത്ത് വെക്കുന്ന ബെൽറ്റ് അവസാനിക്കണം. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് ക്യാമറയിൽ പെട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. ഇനി റൗണ്ടിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടം വരെ എത്തിയപ്പോൾ ഇത്തിരി പോരായ്കയുണ്ട്, അത് ഞാൻ ആഡ് ചെയ്തിട്ട് അടിച്ചെടുക്കണ്ട് കേട്ടോ. ഒരു കഷ്ണം തുണിയും കൂടെ വെച്ചിട്ടേ അത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചടിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു തുമ്പ് വിട്ടില്ലേ, അതൊന്ന് അകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മറ്റേ പീസ് ഇങ്ങനെ കയറി വരണം. എന്നിട്ട് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലാണ്ട് അവിടെ കൂട്ടി തയ്ക്കുകയോ യോജിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഇങ്ങനെ തന്നെ അടിച്ചെടുത്താൽ മതി. ഇനി ആ തുമ്പൊക്കെ വന്നിട്ടുണ്ടല്ലോ, കൂടുതൽ വന്നതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി എടുക്കുക. ഇനി അകത്തേക്ക് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മടക്കുക. എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത്രയും വർഷങ്ങളായി ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയണത് അത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒത്തിരി കൂട്ടുകാരുണ്ട്. ഇപ്പോൾ ക്ലാസ്സിൽ പഠിച്ചവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒന്നാമത്തെ നമ്പറും കൂടെ ഉള്ളത് കൊണ്ടേ ഒത്തിരി പേര് വിളിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ എന്നെ കാണാണ്ടായാൽ തന്നെ ഒത്തിരി പേര് വിളിക്കും, അന്വേഷിക്കും. വീഡിയോ കാണാണ്ടായാലേ അന്വേഷിക്കും. അതുപോലെ തന്നെ ഒത്തിരി പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. പലരും പറയും യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ കൊണ്ട് വളരെയധികം ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ പലർക്കും ഉണ്ടായിട്ട്. പക്ഷേ എനിക്ക് ഒത്തിരി സമ്പത്ത് ഒത്തിരി ഉണ്ടാക്കാൻ പറ്റിയെന്നല്ല, ഇതുകൊണ്ട് ഒത്തിരി സാമ്പത്തിക നേട്ടമൊന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടൊന്നുമില്ല യൂട്യൂബ് ചാനൽ കൊണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇത്തിരിയൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അത് ക്ലാസ് നടത്തിയിട്ട് നേടിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ യൂട്യൂബ് ചാനലിൽ നിന്ന് വലിയ വരുമാനമൊന്നും എനിക്കിതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. വല്ല കാലത്തും ഒരു 10,000 രൂപയൊക്കെ കിട്ടുമെന്നേ ഉള്ളൂ. മടി കൂടാതെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ. പക്ഷേ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോ കാണാനൊന്നും അധികം ആൾക്കാരുണ്ടാവില്ലല്ലോ. എല്ലാവർക്കും കൂടുതലും അടുക്കള വിശേഷവും വ്ളോഗുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിരിക്കും ഇഷ്ടമുണ്ടാവുക. പക്ഷേ നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോ കാണാൻ ഇത് ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കാട് കയറും. അതുകൊണ്ട് പറയണില്ല. ഇതുപോലെ ഇങ്ങനെ കഴുത്തിങ്ങനെ മടക്കി അടിക്കുക. എനിക്ക് വർത്താനം പറയണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
കേൾവിക്കാരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് വർത്തമാനം കേൾക്കാനും ഇഷ്ടമാണ് കേട്ടോ. മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അറിയാനും വർത്തമാനം കേൾക്കാനും എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ തയ്യലിനെ പറ്റി ചിലപ്പോൾ കമൻറ്റ് വരാറുണ്ട് കേട്ടോ. വർത്തമാനം കേൾക്കുമ്പോൾ തയ്ച്ചത് കാണാൻ മറന്നുപോയി എന്നാ, വർത്തമാനം കുറക്കൂ, പണിയെടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. ചിലർക്കൊക്കെ വർത്തമാനം ഇഷ്ടമാണ്, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ കഴുത്തിൻ്റെ അകത്ത് കൂടുതൽ തയ്യൽ തുമ്പ് വന്നതൊക്കെ വെട്ടിക്കളഞ്ഞ് നീറ്റാക്കി എടുക്കുക. എന്നിട്ട് അകത്തേക്ക് ഒന്നുകൂടെ മടക്കി വെച്ചിട്ട് നീറ്റായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇനി വേണമെങ്കിൽ ലേസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വളഞ്ഞ് കിട്ടുന്ന ലേസുകളുണ്ടല്ലോ, അത് വേണമെങ്കിൽ നെക്കിൽ വെച്ച് കൊടുക്കാം. വെള്ള ലേസൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നൈറ്റിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് റൗണ്ടിലൊന്ന് അടിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ കഴുത്തിന് ഫ്രണ്ടിൽ ഒരു വി ഷേപ്പ് വന്നിട്ടുണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ വലിച്ച് റെഡിയാക്കി എടുത്തിട്ട് ആ ഒരു വി പോലെ ഓവലിൻ്റെ ഒരു ചെറിയൊരു കുനിപ്പുണ്ടല്ലോ, അത് വരാൻ വേണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ റൗണ്ടിൽ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ കാര്യവും മറക്കരുത്. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നെക്കൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് അടിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് അടിക്കരുത് കേട്ടോ, അടിവശത്ത് നിന്ന് അടിക്കണം. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം മടക്കി തയ്ച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അടിവശത്ത് നിന്ന് അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അടിവശത്ത് നിന്ന് അടിച്ചാലാണ് അടിവശം നന്നായിട്ട് ലെവലായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് അടിച്ച് അറ്റം വരെ അടിച്ച് റെഡിയാക്കി എടുക്കാം. ഉണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ 1 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളൂ. ആ 1 ഇഞ്ച് ആദ്യം 1/2 ഇഞ്ച് മടക്കി പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടെ മടക്കി അതങ്ങ് അടിച്ചെടുക്കുക. 2 സൈഡും ഫ്രണ്ടും ബാക്കും ഇതേപോലെ തന്നെ മടക്കി അടിക്കുക. അതിനുശേഷം നമ്മൾ അടിവശത്തു നിന്നാണ് കേട്ടോ അടിച്ച് തുടങ്ങണത്. ഒപ്പം പിടിച്ചിട്ട് അടിവശത്തു നിന്ന് അടിക്കുക. അപ്പോൾ ലെവലാണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. ഇതാ ഇവിടെ നിന്ന് അടിച്ചു തുടങ്ങണേണ് എൻ്റെ ഭാഗത്തുനിന്ന്. ഇനി നമ്മൾ വരയിട്ടിട്ടുണ്ടല്ലോ, ആ വരയിലൂടെ അടിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ അടിക്കണ എങ്ങനെയാണെന്ന് നോക്കിക്കോട്ടോ. താഴെ മൊത്തം ഫ്ലയറും കിട്ടുന്നുണ്ട്. മുകളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഷേപ്പ് ആക്കണില്ല, വള്ളിയിട്ട് കെട്ടാനുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ ഒത്തിരി ഷേപ്പ് ആക്കണില്ല കേട്ടോ. നമ്മൾ സാധാരണ നൈറ്റി അടിക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയൂലേ, ഇതിന് അങ്ങനെ കട്ട് ചെയ്ത് കളയില്ല. ഈ തുമ്പുകൾ ഇങ്ങനെ കിടക്കും, അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇതാ ഇങ്ങനെ അവിടെ ഷേപ്പ് പോലെ വരുത്തി അങ്ങ് കൈക്കുഴിയിലേക്ക് അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞളവാണ് മതിയെങ്കിൽ കുഞ്ഞളവിൽ ചെയ്യാം. പിന്നെ സ്ലിറ്റ് വരെ അങ്ങനെ തയ്ച്ചിട്ട് ബാക്കി ഓപ്പണായിട്ട് കിടക്കണ കുർത്തി മോഡലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഷേപ്പിൽ വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കഫ്താൻ ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കൈക്കുഴിയിലേക്ക് വളച്ച് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ചിലരിങ്ങനെ കൈ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കൂല, കക്ഷം വരെ അടിച്ച് നിർത്തും. അപ്പോൾ ഞാനിവിടെ വരെ അടിച്ച് നിർത്തിയിട്ട് അതേ അടുപ്പിലൂടെ തന്നെ തിരിച്ചു പോവാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്റ്റിച്ച് ഇടണമല്ലോ, അതിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് കെട്ടിട്ടിട്ട് നമുക്ക് വന്ന വഴി തന്നെ വഴി തെറ്റാതെ തിരിഞ്ഞു പോവാം. അപ്പോൾ ഇപ്പോൾ നൂലുള്ളത് കൊണ്ട് നമുക്ക് ആ നൂലുമ്പോൾ കൂടെ കയറി പോകാമല്ലോ. ചോക്കിൻ്റെ മാർക്കൊക്കെ പോയിട്ടുണ്ടാവും. ആദ്യത്തെ സ്റ്റിച്ചിൽ തന്നെ ചോക്കിൻ്റെ മാർക്ക് പോവും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അറ്റത്ത് വരെ അടിക്കാം, അപ്പുറത്തെ സൈഡും അടിക്കാം. എന്നിട്ട് നടുക്കൂടെ വള്ളി കോർത്തിട്ട് ഞാൻ നമ്മുടെ ബൊമ്മക്കുട്ടിക്ക് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വള്ളി. അപ്പോൾ വള്ളീനെ ഞാൻ എന്താ കഷ്ണങ്ങൾ 2-3 ചെറിയ കഷ്ണമുണ്ട്. അതാണ് നമ്മൾ ആ പട്ട പിടിപ്പിച്ചതിൽ ബാലൻസ് കിട്ടിയതാണ് കേട്ടോ. അതായത് ഭാഗത്ത് പട്ട പിടിപ്പിച്ചില്ലേ, അവിടെ ബാലൻസ് കിട്ടിയതാണ്. അപ്പോൾ അതാ ഇവിടെ ഒന്ന് കെട്ടിട്ടടിക്കാം. അപ്പോൾ പട്ട വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അറ്റം വരെ വെക്കരുത് കേട്ടോ. തുണിയുടെ നമ്മുടെ ഷേപ്പ് വരച്ചില്ലേ, അവിടെ നിന്ന് 1 ഇഞ്ച് അകത്തേക്ക് മാറ്റിയിട്ട് റിബൺ പോലത്തെ പീസ് പിടിപ്പിച്ച് കൊടുക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റം വരെ അടിച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് അടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ട് പോവും. നമുക്ക് വള്ളി കോർത്തെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ. ഇനി ഇത് കുഞ്ഞാക്കി മടക്കിയിട്ട് നമുക്ക് വള്ളിയാക്കി എടുക്കാം. ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ. 2 മടക്ക് 2 സൈഡിൽ നിന്ന് വന്നിട്ട് നടുഭാഗത്തൂടെ അങ്ങ് മടക്കി അങ്ങ് വെച്ചിട്ട് നീറ്റായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു കുഞ്ഞ് നേര് വള്ളി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടോ,
വള്ളി കോർത്തതിന് ശേഷം നമ്മുടെ കഫ്താനെ ഞാൻ ആ കുഞ്ഞു ബൊമ്മയിൽ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഹാഫ് ബൊമ്മ ഉണ്ടല്ലോ, അതിലിട്ടിട്ട് വള്ളി വലിച്ച് കെട്ടിക്കഴിഞ്ഞാലുള്ള ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ആ ബൊമ്മക്കുട്ടി നല്ല കഫ്താനൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇതുണ്ടല്ലോ, ആർക്ക് വേണമെങ്കിലും ഇടാൻ പറ്റും. വലിച്ച് കെട്ടുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഷേപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എത്ര വണ്ണമുള്ളവർക്കും വണ്ണം കുറഞ്ഞവർക്കും ഇടാൻ പറ്റും കേട്ടോ കഫ്താൻ. അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടിപൊളി വിശേഷം വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം കേട്ടോ. അതുവരെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ. അപ്പോൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുക കേട്ടോ. ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.